ഇനി നമുക്ക് നല്ലൊരു ജനപ്രതിനിധിയെ പരിചയപ്പെടാം. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂമി പൊതുജന നന്മയ്ക്ക് സൗജന്യമായി വിട്ടു നൽകിയിരിക്കുകയാണ് കയ്പമംഗലത്തെ ഒരു ജനപ്രതിനിധി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗവും കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി പൊതുപ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യവുമായ CJ പോൾസറാണ് തന്റെ 3.25 ഏക്കർ വരുന്ന ഭൂമി പൊതു കളിസ്ഥലത്തിനും ഭവനരഹിതർക്കുമായി സൗജന്യമായി നൽകിയത്. തൃശൂർ കയ്പമംഗലത്ത് 1ഉം 2ഉമല്ല 3.25 ഏക്കർ ഭൂമിയാണ് ജനങ്ങൾക്കു വേണ്ടി പോൾസൺ വിട്ടു നൽകിയത്. RC UP സ്കൂളിന് കിഴക്കുഭാഗത്തുള്ള ഭൂമിയാണ് ഭവനരഹിതരായ 10 പേർക്ക് വീട് നിർമ്മിക്കുന്നതിനും പൊതു കളിസ്ഥലത്തിനും മറ്റു പൊതു ആവശ്യങ്ങൾക്കുമായി കയ്പമംഗലം പഞ്ചായത്തിന് കൈമാറുന്നത്. ഇതിൽ 40 സെന്റ് ഭൂമി 10 ഭവനരഹിതർക്കാണ് നൽകുക. 13.6 സെന്റ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന് കൈമാറും. 10 സെന്റ് ഭൂമി കൊടുങ്ങല്ലൂർ ആസ്ഥാനമായ ആശ്രയ അഗതി മന്ദിരത്തിന് നൽകും. ബാക്കി വരുന്ന സ്ഥലം കയ്പമംഗലം പഞ്ചായത്തിന് കളിസ്ഥലം നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കും. 3 തവണ മികച്ച ഭൂരിപക്ഷത്തിൽ പഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട പോൾസൺ തീരപ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തി കൂടിയാണ്. കളിസ്ഥലം യാഥാർത്ഥ്യമാകുന്നതോടെ തീരദേശത്തെ ഏറ്റവും വലിയ കളിസ്ഥലമെന്ന സ്വപ്നം കയ്പമംഗലം പഞ്ചായത്തിന് സ്വന്തമാകുമെന്ന് പോൾസൺ പറഞ്ഞു. നമ്മുടെ ചെറുപ്പക്കാർക്കും യുവജനങ്ങൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഒക്കെയും വളർന്നു വരാനുള്ള ഒരു സാഹചര്യമായിട്ട് അത് വരും എന്നതിൻ്റെ പശ്ചാത്തലത്താണ് ഞാൻ ഈ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറായത്. കയ്പമംഗലം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഭൂമി കൈമാറിയത്. ഏറ്റുവാങ്ങിയത് സ്ഥലം MLA ET ടൈസൺ. പൊതുപ്രവർത്തകനാണെങ്കിലും രാഷ്ട്രീയമോ മറ്റു വേർതിരിവുകളോ ഒന്നുമില്ലാതെയാണ് പോൾസൺ തന്റെ ഭൂമി നാടിനായി നൽകിയത്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ. MS ലിഷോയ് ചേരുന്നുണ്ട് തത്സമയം. ലിഷോയ്, ഇന്നത്തെ ഈ ഒരു കാലത്ത് എങ്ങനെ സാധാരണക്കാരിൽ നിന്ന് പണം വെട്ടിക്കാം, തട്ടിക്കാം, കൊള്ളയടിക്കാം എന്നൊക്കെ നോക്കി നിൽക്കുന്ന പല നേതാക്കളുമുണ്ട്. അപ്പം അതിനിടയിൽ നിന്ന് ശരിക്കും പോൾസൺ വ്യത്യസ്തനാകുന്നുണ്ട്. ഇങ്ങനെ ഒരു മനുഷ്യനെ കാണാൻ കിട്ടിയത് വരെ വലിയ സന്തോഷം. മാതൃകയാണ് ഈ ജനപ്രതിനിധി. കയ്പമംഗലം സ്വദേശിയായ പോൾസൺ, അതായത് അദ്ദേഹം 1ഉം 2ഉമല്ല 3.5 ഏക്കറോളം സ്ഥലമാണ് ഈ ഒരു നല്ല പ്രവൃത്തിക്ക് വേണ്ടി വിട്ടു നൽകിയിരിക്കുന്നത്. ആ മേഖലയിലൊക്കെ തന്നെ സ്ഥലത്തിന് അത്യാവശ്യം നല്ല വിലയുള്ള ഇടം കൂടിയാണ്. അപ്പോൾ അതുകൂടി നോക്കുകയാണെങ്കിൽ ലക്ഷങ്ങൾ വില വരും ഈ ഒരു ഇത്രത്തോളം സ്ഥലത്തിന് എന്നുള്ളതാണ്. എന്തായാലും വലിയ ഒരു കാര്യം തന്നെയാണ്. കാരണം ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി നൽകുക, ഭവനരഹിതർക്ക് വീട് വയ്ക്കാനുള്ള ഇടം നൽകുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതൊക്കെ തന്നെ വലിയ ഈ സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ളവർ അതിന് മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ വലിയ ഒരു മാറ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാനായി സാധിക്കുകയും ചെയ്യും. എല്ലാം സർക്കാരിന് മാത്രം കഴിയുന്ന കാര്യമല്ലല്ലോ. പക്ഷേ ഇതിൽ അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ് എങ്കിൽ പോലും യാതൊരു വിധത്തിലും വേർതിരിവുകളോ രാഷ്ട്രീയ വ്യത്യാസങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെയാണ് ഈ ഒരു കാര്യത്തിന് മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അതിനെ നാടാകെ ഒന്നിച്ചു വന്നു. LDFും UDFും അങ്ങനെ വ്യത്യാസമൊന്നുമില്ല, ഒരു പാർട്ടിക്കും അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും ഒത്തുചേർന്നുകൊണ്ടാണ് ഈ ഒരു ഭൂമി ഏറ്റെടുക്കുന്ന ഒരു ചടങ്ങിലും പങ്കെടുത്തത്. VD സതീശനും അതുപോലെ തന്നെ അവിടുത്തെ LDFിൻ്റെ MLA ET ടൈസൺ മാസ്റ്ററും എല്ലാവരും തന്നെ ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു നല്ല പ്രവൃത്തി ഒരുപാട് ആളുകൾക്ക് ഇത്തരം പ്രവർത്തികൾ ചെയ്യാനുള്ള ഒരു ഊർജ്ജമാകട്ടെ എന്നുള്ളത് തന്നെയാണ്. ഇതുപോലെയുള്ള പ്രവർത്തികൾ ചെയ്യാനുള്ള ഒരു ഊർജ്ജം തന്നെയാണ്. ഇതുപോലെ ആകണം ഓരോ ജനപ്രതിനിധികളും. ഒരു നല്ല മനുഷ്യനാണ്. എന്തായാലും മാതൃകാപരമായ ഒരു പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെച്ചത്.